ഒക്കെ കേൾക്കുന്ന ആയത്തല്ലേ? നമ്മളോട് അല്ലാഹു തആല ചോദിക്കുകയാണ്, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, അതല്ലേ നമ്മുടെ ആഗ്രഹം, അതല്ലേ നമ്മുടെ മോഹം, അതിനല്ലേ നമ്മുടെ പ്രാർത്ഥന. എങ്കിൽ അല്ലാഹ് അതിന് മാർഗം പറഞ്ഞു തരുന്നു. നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണോ എങ്കിൽ എന്നിൽ എന്ത് വേണം, നിങ്ങളിൽ എന്ത് വേണം, സർവ്വ മനുഷ്യരിലും എന്ത് വേണം? ഫത്തബിഊനി, നബിയായ എന്നെ പിൻപറ്റൂ, നബിയായ എന്നെ പിന്തുടർന്നുകൊണ്ട് ജീവിക്കൂ. എങ്കിൽ യുഹ്ബിബുകുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ പുറത്തു തരികയും ചെയ്യുന്നതാണ്. അല്ലാഹനെ ഇഷ്ടപ്പെടുക, എന്താണ് അതിന് മാർഗം? അല്ലാഹനെ ഇഷ്ടപ്പെടാനുള്ള മാർഗം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇത്തിബാ ചെയ്യണം, അല്ലാഹനെ സ്നേഹിക്കണം. ആ സ്നേഹം പോലത്തെ ഒരു സ്നേഹം ഒരാൾക്കുമില്ല. അത് കഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്നേഹം നമുക്ക് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടാണ്. ആ സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കണം? ചിലരൊക്കെ സ്നേഹം പ്രകടിപ്പിക്കുന്നത് എങ്ങനെയാണ്? നബി തങ്ങൾ പഠിപ്പിച്ചതിനെതിര് ചെയ്യുന്നു. അതേ അവസരത്തിൽ അവർ അവകാശപ്പെടുന്നു, ഞങ്ങൾ നബിയോട് വലിയ ബഹുമാനമുള്ളവരാണ്, നബി തങ്ങളെ അവരെ പ്രശംസിക്കുന്നു എന്ന് പറയുന്നു, നബി തങ്ങളെ മദ്ഹ് പറയുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. നിങ്ങൾ നോക്കൂ, ഒരു കുട്ടി പറയുകയാണ്, ഉപ്പയോട് എനിക്ക് വലിയ ബഹുമാനമാണ്, എൻ്റെ ഉമ്മയോട് എനിക്ക് വലിയ സ്നേഹമാണ്. കുട്ടി ഇങ്ങനെ എല്ലാവരോടും ഉമ്മയുടെ പ്രത്യേകത പറയും, ഉപ്പയുടെ ഗുണഗണങ്ങൾ ഇങ്ങനെ പറയും. പക്ഷേ ആ കുട്ടിയുടെ സ്വഭാവം എന്താണ്? ഉമ്മ പറഞ്ഞതൊന്നും അക്കുട്ടി കേൾക്കാൻ തയ്യാറല്ല, ഉപ്പ പറഞ്ഞതൊന്നും അക്കുട്ടി കേൾക്കാറില്ല. ഇങ്ങോട്ട് വാ മോനെ എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിച്ച് അങ്ങോട്ടേ മകൻ പോകാറുള്ളൂ. ഉപ്പക്കെതിരെ എപ്പോഴും പറയാറുള്ളൂ. ഉപ്പയെ ബഹുമാനമില്ല, ഉപ്പ പറഞ്ഞത് കേൾക്കാറില്ല, ഉപ്പ പറഞ്ഞിടത്ത് മകനെ കാണാറില്ല, കിട്ടാറില്ല. അതേ അവസരത്തിൽ ഈ മകൻ തന്നെ പുറത്തിറങ്ങിയാൽ പറയും, എൻ്റെ പൊന്നാര ഉപ്പ, എൻ്റെ പൊന്നുമ്മ എന്നൊക്കെ ഇങ്ങനെ പ്രശംസ പറയുകയും ചെയ്യും. ഈ സ്നേഹത്തിന്റെ പേരെന്താണ് ജനങ്ങളെ? ശുദ്ധമായ കാപട്യമല്ലേ? അല്ലേ? ശുദ്ധമായ കാപട്യമല്ലേ? അതുപോലെയല്ലേ ഇന്ന് ചിലരുടെ സ്നേഹം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സ്നേഹിക്കാനെന്ന് പറഞ്ഞ് നബിദിനം കൊണ്ടാടുകയാണ്, നബിദിനം കൊണ്ട് പതാകയും പിടിച്ച് നബിദിനം കൊണ്ടോടുകയുമാണ്. അങ്ങനെ നബിദിനം കൊണ്ടാടുകയും നബിദിനം കൊണ്ടോടുകയും ചെയ്ത് റസൂലുള്ളാഹിയുടെ പേരിൽ ഇങ്ങനെ ഞങ്ങളും മദ്ഹ് പറയുന്നു എന്നൊക്കെ പറയുന്ന കക്ഷികൾ അവിടുന്ന് പഠിപ്പിച്ച ആശയങ്ങളെ തള്ളിക്കളയുന്നു. ഇതെന്ത് സ്നേഹമാണ്? ഇതെന്ത് സ്നേഹമാണ്? അള്ളാഹിനോട് സ്നേഹമുണ്ടെന്ന് വാദിച്ച ഒരാൾ അള്ള പറഞ്ഞതൊന്നും കേൾക്കുന്നില്ലെങ്കിൽ അയാളോട് സങ്കടത്തോടെ ഒരു കവി ചോദിക്കുകയാണ്, ലൗ കാന ഹുബ്ബുക സദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. നീ അള്ളാഹ്ക്ക് എതിര് കാണിക്കുന്നു മനുഷ്യ, അള്ളാഹുവിനെ നീ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്നു. എന്നാൽ നിന്റെ സ്വഭാവം എന്താണ്? വഅൻത തുൽഹിറു ഹുബ്ബഹു, പുറത്തേക്ക് നീ ഇങ്ങനെ പറയുന്നു, എനിക്ക് അള്ളാഹിനോട് ഇഷ്ടമാണ്, അള്ളാഹിനോട് എനിക്ക് സ്നേഹമാണെന്ന് നീ പറയുന്നു. പക്ഷേ അള്ള പറഞ്ഞതിനെതിരെ നീ ചെയ്യാറുള്ളവെങ്കിൽ വല്ലാത്ത കഷ്ടം തന്നെ. നിന്റെ സ്നേഹം ശരിയായ സ്നേഹമാണെങ്കിൽ ഇൻകാന ഹുബ്ബുക സദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. നിന്റെ സ്നേഹം ശരിക്കുള്ള സ്നേഹമാണെങ്കിൽ നീ ആ അള്ള പറയുന്നത് കേട്ട് ജീവിക്കണ്ടേ, അള്ളാഹിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്കണ്ടേ. ഇതെന്തൊരു കാപട്യമാണ് എന്നൊരു കവി വളരെ വളരെ സങ്കടത്തോടെ അത്തരം സ്വഭാവമുള്ളവരോട് ചോദിക്കുന്നു. ആലോചിക്കണം. ആ ഒരു സ്വഭാവം ഉണ്ടായാൽ പോരാ. നബിതങ്ങളോട് മഹബത്താണെന്ന് പറയുന്നു, നബിതങ്ങൾ പറഞ്ഞതിനെതിര് ചെയ്യുന്നു. അങ്ങനെ സ്നേഹിച്ച കക്ഷികളില്ലേ?
അങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ സ്നേഹം പറയുന്ന കക്ഷികളില്ലേ? നിങ്ങൾ നോക്കൂ, അറേബ്യയിലെ കാഫിറുകൾ, മുശ്രിക്കുകൾ, അവര് പറഞ്ഞു ഞങ്ങൾ ഇബ്രാഹിമിനോട് സ്നേഹമുള്ളവരാണ്, ഇസ്മായിലിനോട് ഞങ്ങൾക്ക് സ്നേഹമുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അവരെന്താ സ്നേഹം പ്രകടിപ്പിക്കാൻ ചെയ്തത്? ഇബ്രാഹിം അലൈഹിസ്സലാം ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പോരാടിയത് ശിർക്കിനെതിരെയല്ലേ? വിഗ്രഹം ഉണ്ടാക്കുന്നതിനെതിരെയല്ലേ? ബിംബമുണ്ടാക്കുന്നതിനെതിരെയല്ലേ? ആ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ തന്നെ വിഗ്രഹം ഉണ്ടാക്കി, ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ തന്നെ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് അവരുടെ രണ്ടാളുടെയും കരങ്ങൾ കൊണ്ട് പടുത്തുയർത്തിയിട്ട് ശുദ്ധീകരിക്കപ്പെട്ട പരിശുദ്ധ കഅബാലയമില്ലേ, ആ കഅബാലയത്തിന്റെ അകത്ത് കൊണ്ടുപോയിട്ട് വിഗ്രഹങ്ങൾ നാട്ടിവെക്കുന്നു, ബിംബങ്ങളെ വെക്കുന്നു. ആരുടെ ബിംബമാ വെച്ചത്? ഇബ്രാഹിം നബിയുടെ ബിംബമാണ്, ഇസ്മായിൽ നബിയുടെ ബിംബമാണ് വെച്ചത്. എന്താ പേര് പറഞ്ഞത്? സ്നേഹം. സ്നേഹം. ഇബ്രാഹിമിനോടും ഇസ്മായിലിനോടും സ്നേഹം കൊണ്ടാ ചെയ്തത്. എന്ത്? അവരുടെ തന്നെ ബിംബമുണ്ടാക്കി കഅബയുടെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചു. ആ സ്നേഹത്തിന്റെ പേരെന്താണ്? അതേ അവസരത്തിൽ നിങ്ങൾ നോക്കൂ, ഹബീബായ നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പിശുക്ക് വേണ്ട, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേര് കേൾക്കുമ്പോ മനസ്സിൽ നമ്മൾ ആ ബഹുമാനത്തോടുകൂടി അവിടുത്തേക്ക് വേണ്ടി സ്വലാത്തിനെ പറയാൻ, സ്വലാത്തിനെ ചോദിക്കാൻ പിശുക്ക് വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ മക്ക ജയിച്ചടക്കിയ നേരത്തെ പരിശുദ്ധ കഅബക്കകത്തേക്ക് അങ്ങ് കയറുകയാണ്. കഅബയുടെ ഉള്ളിൽ കയറി നോക്കുമ്പോ അതാ കാണുന്നു കുറെ ബിംബങ്ങൾ. ബിംബങ്ങളുടെ കൂട്ടത്തിൽ തലയുയർത്തി നിൽക്കുന്ന രണ്ട് വലിയ ബിംബങ്ങൾ. ഒന്ന് ഇബ്രാഹിമിന്റെ പേരിലാണ്, മറ്റൊന്ന് ഇസ്മായിലിന്റെ പേരിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കയ്യിലുള്ള ഊന്നുവടി കൊണ്ട് ആ രണ്ട് ബിംബങ്ങളെയും അങ്ങ് കുത്തി തള്ളി താഴെയിട്ടിട്ട് പറയുകയാണ്, ജഅൽ ഹഖ്ഖു വസഹഖൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂഖാ. സത്യം വന്നിരിക്കുന്നു, അസത്യം പരാജയപ്പെട്ടിരിക്കുന്നു, അസത്യം പരാജയപ്പെടേണ്ടത് തന്നെ. നിങ്ങൾ നോക്കൂ, ഇവിടെ എന്താ സംഭവിച്ചത്? എന്താ ഇപ്പൊ സംഭവിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രണ്ട് വിഗ്രഹങ്ങളെയും എടുത്ത് പുറത്തേക്ക് എറിയുകയാണ്. എന്തുകൊണ്ട്? ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടുമുള്ള സ്നേഹം കൊണ്ട് തന്നെ. രണ്ട് തരത്തിലുള്ള സ്നേഹപ്രകടനം കണ്ടോ? ഒരു കൂട്ടര് സ്നേഹിച്ചുകൊണ്ട് ബിംബമുണ്ടാക്കി, ഒരു കൂട്ടര് സ്നേഹം കൊണ്ട് തന്നെ വിഗ്രഹത്തെ തല്ലിയുടച്ചു. ആരുടെ സ്നേഹമാ യഥാർത്ഥ സ്നേഹം? മുഅ്മിനേ, ചിന്തിക്കൂ. അല്ലാഹ് നമുക്ക് തന്ന ബുദ്ധി കൊണ്ട് ആലോചിക്ക്. ഇതിൽ ആരുടെ സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം? സംശയമില്ലല്ലോ, നമ്മുടെ നേതാവിന്റെ സ്നേഹം തന്നെ. അതാണ് ഒറിജിനൽ സ്നേഹം. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിഗ്രഹം വെച്ചയാളല്ല, വിഗ്രഹത്തെ പൂജിച്ചയാളല്ല, ബിംബത്തെ വെച്ചയാളല്ല, ശിർക്ക് ചെയ്തയാളല്ല. ആ നബിയോട് സ്നേഹമുണ്ടെങ്കിൽ ആ നബി പഠിപ്പിച്ചതുപോലെ ജീവിക്കലാണല്ലോ വേണ്ടത് എന്ന് നബി തങ്ങൾ തിരിച്ചറിഞ്ഞ് ആ ഇബ്രാഹിം നബി പഠിപ്പിച്ചതിനെതിരെയുള്ള ആ സംരംഭത്തെ തകർത്തു മാറ്റിവെക്കുന്നു. അതേ അവസരത്തിൽ മറ്റേ കക്ഷി എന്താ ചെയ്തത്? സ്നേഹമുണ്ടെന്ന് വാദിച്ചിട്ട്, ബഹുമാനമുണ്ടെന്ന് പറഞ്ഞിട്ട് ആ രണ്ട് മഹാന്മാരും അവരുടെ ജീവിതകാലത്ത് പഠിപ്പിച്ചതിനെതിരെ തന്നെ ചെയ്തുകൊണ്ട് സ്നേഹം കാണിക്കുന്നു. ഇത് യഥാർത്ഥമായ സ്നേഹമല്ല, ആ സ്നേഹം ശരിയല്ല. അതാണ് ഇന്നിപ്പോ ചില കക്ഷികൾ ചെയ്യുന്നത്. ഇന്ന് ചില കക്ഷികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മഹബ്ബത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ചിലരെന്ത് ചൊല്ലുന്നത്? മൗലൂദ് ചൊല്ലുന്നത്, നബി തങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ഇർതകബ്തു അലൽ ഖതാ ഗൈറ ഹസ്രിൻ വഅദദ് ലക അഷ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി. അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ടിതാ ഈ മാസത്തിൽ പ്രത്യേകിച്ചും അതുപോലെ തന്നെ പല ഘട്ടങ്ങളിലും കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ലാതേറി ഞാൻ
അങ്ങയോടന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി. എണ്ണവും കണക്കുമില്ലാത്തത്ര തെറ്റുകുറ്റങ്ങൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട് നബിയേ. എന്റെ പാപം പുറത്തു തരണേ നബിയേ. എന്റെ കൈപിടിക്കണേ നബിയേ. എന്നെ കാത്തുകൊള്ളണേ നബിയേ. എന്നെ രക്ഷിക്കണേ നബിയേ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് മഹബ്ബത്തുണ്ടെന്ന് പറയുന്ന കക്ഷികൾ അല്ലാഹുവിന്റെ റസൂലിനെ മദ്ഹ് ചെയ്യുന്നു എന്ന പേരുമിട്ടുകൊണ്ട് തോന്നിവാസം ചെയ്യുന്നു. അവര് പറയുന്നു ഞങ്ങൾക്ക് സ്നേഹം കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന്. അതേ അവസരത്തിൽ ഇതാ മുജാഹിദുകൾ സലഫികൾ ഇതാ അല്ലാഹുവിന്റെ ദീനിനെ ജനങ്ങളോട് എത്തിച്ചു കൊടുക്കുമ്പോ അവരോട് പറയുന്നു ഞങ്ങൾ നബിദിനം ആഘോഷിക്കാത്തത്, ഞങ്ങൾ ഇർത്തഖബത്ത് ചൊല്ലാത്തത്, ഞങ്ങൾ ആ നിലക്ക് റസൂലുള്ളാഹിനെ വിളിച്ചു പ്രാർത്ഥിക്കാത്തതും സ്നേഹം കൊണ്ട് തന്നെ, ബഹുമാനം കൊണ്ട് തന്നെ. ഇതിൽ ആരുടെ സ്നേഹമാണ് ഒറിജിനൽ സ്നേഹം? ചിന്തിച്ചു നോക്ക്, ആരുടെ സ്നേഹമാണ് ഒറിജിനൽ സ്നേഹം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മദ്ഹ് ചെയ്യുമ്പോ അവിടുന്ന് ഇഷ്ടപ്പെടാത്ത മദ്ഹ് പാടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് നമുക്ക് പ്രശംസകൾ എത്രയും പറയാം, പക്ഷേ അതിരിലംഘിച്ചുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പ്രശംസിച്ചുകൊണ്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു കവിത ചൊല്ലിയിട്ടുണ്ട്. വഅജ്മലു മിൻക ലം തറഖത്തു ഐനി വഅക്റമു മിൻക ലം തലിദിൻ നിസാഉ. അതുപോലെ തന്നെ അവിടുന്ന് വളരെ കൃത്യമായി കൊണ്ട് പാടുകയാണ് വഅജ്മലു മിൻക ലം തറഖത്തു ഐനി. അങ്ങയേക്കാൾ സുന്ദരനായ ഒരാളെ എന്റെ കണ്ണ് കണ്ടിട്ടില്ല. അങ്ങയേക്കാൾ ഉദാരനായ ഒരു മനുഷ്യനെ ഒരു പെണ്ണും പ്രസവിച്ചിട്ടില്ല. ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ. ഒരു ന്യൂനതകളുമില്ലാത്ത നിലക്കാണല്ലോ അങ്ങയെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന ആശയം പാടിയപ്പോ നബി തങ്ങൾ എതിർത്തിട്ടില്ലല്ലോ. നബി തങ്ങളുടെ ബഹുമാനം നമുക്ക് പറയുമ്പോ അള്ളാഹ് ഇഷ്ടപ്പെടാത്ത ബഹുമാനം ഒരിക്കലും പറഞ്ഞുകൂടാ. നബി തങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ലാത്ത ബഹുമാനം പറഞ്ഞുകൂടാ. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നിങ്ങൾക്കറിയില്ലേ, അവിടുന്ന് ഒരു കല്യാണ പന്തലിലേക്ക് കയറി ചെല്ലുമ്പോ കുട്ടികൾ മദ്ഹ് പറഞ്ഞില്ലേ? വഫീനാ നബിയുൻ യലമു മാ ഫീ ഗദീ. നാളെ നടക്കാനിരിക്കുന്ന മറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരു നബി ഞങ്ങളിലുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് ഈ കുട്ടികൾ മദ്ഹ് പാടിയപ്പോ, നേരത്തെ ഹസ്സാൻ റളിയല്ലാഹു അൻഹു മദ്ഹ് പാടിയതുപോലെയല്ല ഈ കുട്ടികൾ പാടിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മക്കളെ അങ്ങനെ പറഞ്ഞുകൂടാ. കാരണം ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. ആകാശഭൂമികളിലുള്ള ഒരാളും തന്നെ മറഞ്ഞ കാര്യം അറിയുന്നതല്ല അല്ലാഹു അല്ലാതെ. ആ സത്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുട്ടികൾക്ക് ഉപദേശിച്ചു കൊടുത്തില്ലേ? അവിടുന്ന് പറഞ്ഞിട്ടില്ലേ, ലാ തുത്റൂനി, നിങ്ങൾ എന്നെ അമിതമായി പ്രശംസിക്കരുത്. കമാ തറത്തിൻ നസാറ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസാ അലൈഹിസ്സലാമിനെ ക്രിസ്ത്യാനികൾ പരിധി വിട്ട് പുകഴ്ത്തിയതുപോലെ, അതിരുവിട്ട് പ്രശംസിച്ചതുപോലെ നിങ്ങൾ എന്നെ പ്രശംസിക്കല്ല. ഞാൻ അള്ളാന്റെ അടിമയാണ്, ഞാൻ അള്ളാന്റെ റസൂലുമാണ്. അപ്പൊ ആ ഉപദേശത്തിനെതിരാണ് ഈ കുട്ടികൾ ചെയ്തത് എന്ന് കണ്ടപ്പോ നബി തങ്ങൾ അത് ഇഷ്ടപ്പെട്ടില്ലല്ലോ. ഇനിയും നിങ്ങൾ നോക്കൂ, റസൂലുള്ളാഹിനെ കിട്ടിയ ചാൻസ് അല്ലേ, പുകഴ്ത്തിയതല്ലേ എന്ന് വിചാരിച്ച് അനർഹമായ പുകഴ്ത്തലുകൾ ആരെങ്കിലും നടത്തിയാൽ, നബി തങ്ങളുടെ ശ്രദ്ധയിൽ അത് പെട്ടാൽ നബി തങ്ങൾ അതിനെ എതിർക്കാറില്ലേ? നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഒരു ചരിത്രമില്ലേ? സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രിയപ്പെട്ട കുട്ടി ഇബ്രാഹിം എന്ന് പേരുള്ള ഒരു ആൺകുട്ടിയതാ
ചെറുപ്പ ദിവസത്തിൽ തന്നെ ആ കുട്ടി അങ്ങ് വഫാത്താവുകയാണ്. ആ കുട്ടി മരിച്ച ദിവസം സൂര്യന് ഗ്രഹണവും ഉണ്ടായി. രണ്ടും കൂടി ഏറ്റുമുട്ടിയതാണ്, അഥവാ രണ്ടും കൂടി യാദൃച്ഛികമായി വന്നതാണ്. സൂര്യഗ്രഹണവും ഉണ്ടായി, മരണവും ഉണ്ടായി. ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തുകൊണ്ട്, രണ്ടും കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ട് ജനങ്ങൾക്കിടയിൽ ചില സംസാരങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അതെന്താ സംസാരം? അഹ്ലു ബൈത്തിനെ മദ്ഹ് ചെയ്യാണ്. റസൂലുള്ളാഹിയുടെ കുട്ടി മരിച്ചതിൽ സൂര്യന് പോലും സങ്കടമുണ്ട്, കണ്ടോ? അതല്ലേ സൂര്യൻ അതിന്റെ പ്രഭ ചുരത്തുന്നത് ഒഴിവാക്കിയിട്ട് മറവിൽ പോയത്. ഗ്രഹണം ബാധിച്ചത് കണ്ടില്ലേ സൂര്യന് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അഹ്ലു ബൈത്തിലെ കുട്ടിയെ മദ്ഹ് പറയുകയാണ്. കുട്ടി മരിച്ചതിൽ ദുഃഖിച്ചുകൊണ്ടതാ സൂര്യന് ഗ്രഹണം വന്നിരിക്കുന്നു എന്ന രൂപത്തിലൊരു സംസാരമുണ്ടായപ്പോ ഇന്ന് ചില അഹ്ലു ബൈത്തുകാരാണ് ഞങ്ങളെന്നൊക്കെ പറഞ്ഞു നടക്കുന്ന കക്ഷികൾ, അവർക്കൊക്കെ ഇങ്ങനെ എന്തെങ്കിലും കിട്ടിപ്പോയാൽ അവരത് വലിയ വാർത്തയാക്കും, അതുകൊണ്ട് വലിയ സമ്പാദ്യം നേടും. പക്ഷേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരു കാര്യത്തിൽ കണിശതയുണ്ട്. എന്റെ ഉമ്മത്തിൽ ഒരാളും പിഴക്കാൻ പാടില്ല, അവരുടെ വിശ്വാസത്തിൽ വിള്ളല് വരാൻ പാടില്ല. നബി തങ്ങളുടെ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ ആളുകൾ പുകഴ്ത്തി പറഞ്ഞപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചിന്തിച്ചത്? എന്റെ കുടുംബത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു സ്ഥാനമല്ലേ, പറഞ്ഞോട്ടെ ജനങ്ങൾ എന്ന് വിചാരിച്ച് ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടാതിരുന്നിട്ടില്ല. അത് കേട്ട മാത്രയിൽ അതാ ധൃതി പിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിയിലെ മിമ്പറിലേക്ക് ഓടിക്കയറുന്നുകൊണ്ട് ജനങ്ങളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് പ്രസംഗം നടത്തുന്നു. അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്ന ശംസ വൽ ഖമറ ആയതാനി മിൻ ആയാതില്ലാഹി ലാ യൻകസിഫാനി ലിമൗതി അഹദിൻ വലാലി ഹയാതിഹി. എന്റെ ജനങ്ങളെ, എന്താ പറയുന്നത്? സൂര്യനും ചന്ദ്രനും എന്നൊക്കെ പറയുന്നത് അള്ളാന്റെ രണ്ട് ദൃഷ്ടാന്തങ്ങളാണ്. സൂര്യനും ചന്ദ്രനും എന്നതൊക്കെ അള്ളാന്റെ കഴിവ് നമുക്ക് മനസ്സിലാക്കാനുള്ള രണ്ട് തെളിവുകളാണ്, രണ്ട് ആയത്തുകളാണ്, രണ്ട് ദൃഷ്ടാന്തങ്ങളാണ്. ലാ യൻകസിഫാനി, സൂര്യനോ ചന്ദ്രനോ ഗ്രഹണം ബാധിക്കുകയില്ല കേട്ടോ. ലിമൗതി അഹദിൻ, ആരുടെയെങ്കിലും മരണം കാരണമായിട്ടോ. വലാലി ഹയാതിഹി, ആരുടെയെങ്കിലും ജനനം കൊണ്ടോ, ആരെങ്കിലും ജനിച്ചതിന്റെ പേരിലോ ആരെങ്കിലും മരിച്ചതിന്റെ പേരിലോ സൂര്യചന്ദ്രന്മാർക്ക് ഗ്രഹണം ബാധിക്കും യില്ല കേട്ടോ. സൂര്യനും ചന്ദ്രനും ഒക്കെ ഗ്രഹണം ബാധിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ബാധ്യത എന്താണ്? ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞു നടക്കലല്ല. നിങ്ങളുടെ ബാധ്യത എന്താണ്? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പഠിപ്പിച്ചു കൊടുക്കുന്നു. നിങ്ങൾ ഗ്രഹണം കണ്ടു കഴിഞ്ഞാൽ ഫഫ്സഉ ഇലസ്സലാ, ആ ഗ്രഹണം അങ്ങ് നീങ്ങിക്കിട്ടുവോളം നിസ്കാരത്തിലേക്ക് പോകണേ, ഗ്രഹണ നമസ്കാരം നിർവഹിക്കണേ, അള്ളാഹുവിനോട് തൗബ ചെയ്യണേ, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്തു. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നബി തങ്ങളുടെ കുട്ടിയെ പ്രശംസിച്ചുകൊണ്ട് അതാ അമിതമായ ഒരു പ്രശംസ വന്നുപോയപ്പോ നബി തങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെന്ന് മാത്രമല്ല, ജനങ്ങളെ വിളിച്ചു വരുത്തിയിട്ട് ആ ധാരണ തിരുത്തി കൊടുക്കുന്നു. അതാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തോട് ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിച്ചയാളാണ്. ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇഷ്ടപ്പെടാത്ത മദ്ഹ് ജീവിതകാലത്ത് വരെ അവിടുന്ന് സമ്മതിച്ചിട്ടില്ലെങ്കിൽ അതാ ഇന്ന് ചില കക്ഷികൾ പറയുന്നു, ഫഇന്ന മിൻ ജൂദിക ദുനിയാ വബറതഹാ വമിൻ ഉലൂമിക ഇൽമൽ ലൗഹി വൽ ഖലമി. ബുർദ എന്നും പറഞ്ഞുകൊണ്ടൊരു ബൈത്തുണ്ടാക്കിയിട്ട് ബുർദയിലൂടെ ചെല്ലുകയാണ്. എല്ലാ മറഞ്ഞ കാര്യങ്ങളും അള്ളാന്റെ ലൗഹിൽ എന്തൊക്കെയുണ്ടോ, അള്ളാന്റെ കലം കൊണ്ട് എന്തൊക്കെ എഴുതിയിട്ടുണ്ടോ അത് മുഴുവനും ഓ നബിയെ തങ്ങൾക്ക് അറിയാം, തങ്ങൾക്കതെല്ലാം കൃത്യമായിട്ട് അറിവുള്ളയാളാണ് എന്ന് തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ പ്രശംസകൾ, ഒട്ടേറെ മദ്ഹ് എന്ന പേരിലുള്ള വരികൾ ചില ആളുകളൊക്കെ ചൊല്ലി നടക്കുന്നു. സ്നേഹാനാ പറയുന്നത്, സ്നേഹം കൊണ്ട് അങ്ങനെ ചൊല്ലുന്നത് എന്നാ പറയുന്നത്. ആ നബി തങ്ങളോടുള്ള
മഹബത്തും സ്നേഹവും കൊണ്ട് തന്നെയാ നമ്മൾ പറയുന്നത് അത് ചൊല്ലരുത്. ചൊല്ലണം എന്ന് പറയുന്നവരും പറയുന്നു ഞങ്ങൾക്ക് സ്നേഹമാണ്, ചൊല്ലരുതെന്ന് പറയുന്നവരും പറയുന്നു സ്നേഹം കൊണ്ട് തന്നെ. ഏത് സ്നേഹമാണ് ഒറിജിനൽ സ്നേഹം? എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇഷ്ടപ്പെട്ടയാളാണോ? ജീവിച്ചിരിക്കുന്ന കാലത്ത് വരെ ഈ കുട്ടികൾ ഈ പാട്ടുപാടിയൊപ്പാരുത് മക്കളെ എന്ന് പറഞ്ഞ നബി തങ്ങളോട് ഇഷ്ടമുണ്ടെങ്കിൽ അവിടുത്തെ വഫാത്തിന് ശേഷം ഇനി അവിടുന്ന് ഇഷ്ടപ്പെടാത്ത മദ്ഹ് നമ്മൾ പറയാൻ പാടുണ്ടോ? ചൊല്ലാൻ പാടുണ്ടോ? ചിന്തിക്കൂ മുസ്ലിമീങ്ങളെ. ഇങ്ങനെ അള്ളാന്റെ റസൂലിനോടുള്ള മഹബത്ത് ചിലരൊക്കെ വഴിതിരിച്ചു വിടുകയാണ്. അതുകൊണ്ട് യഥാർത്ഥ സ്നേഹത്തിലേക്ക് മടങ്ങണം. യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് അവിടുത്തെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കണം, സ്നേഹിക്കണം. അവിടുന്ന് പഠിപ്പിച്ചത് മുഴുവൻ അംഗീകരിക്കണം. അവിടുന്ന് പഠിപ്പിച്ചതിൽ എൻ്റെ ബുദ്ധിക്ക് ചിലതൊന്നും യോജിക്കില്ലെന്ന് പറഞ്ഞിട്ട് എനിക്ക് തള്ളാൻ നിർവാഹമില്ല. അവിടുന്ന് പഠിപ്പിച്ചത് മുഴുവനും സത്യമാണ്. അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഞാനും നിങ്ങളും അത് പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ നേതാവ് പഠിപ്പിച്ചത് മുഴുവനും ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്. അത് മുഴുവനും സത്യം തന്നെ. അങ്ങനെ അവിടുന്ന് പഠിപ്പിച്ചത് മുഴുവൻ അംഗീകരിക്കണം. ചിലരെനിക്ക് അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പറയാൻ പാടില്ല. നബിതങ്ങൾ പഠിപ്പിച്ച ഇന്ന കാര്യം ഞാൻ ചെയ്തോളാം, മറ്റേത് ഞാൻ ചെയ്യൂല എന്ന് പറയാൻ പാടില്ല. അത് മുഅ്മിനിന്റെ സ്വഭാവമല്ല, മുനാഫിഖിന്റെ സ്വഭാവമാണ്, കാഫിരീങ്ങളുടെ ലക്ഷണമാണ്. യഹൂദി ക്രിസ്ത്യാനികൾക്ക് അള്ളാഹിന്റെ ശാപമുണ്ടാകാൻ എന്തേ കാരണമെന്ന് ഖുർആൻ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. അള്ള പറയുന്ന പല കാരണങ്ങളുണ്ട് യഹൂദികൾക്ക് ശാപം കിട്ടാൻ, ക്രിസ്ത്യാനികൾക്ക് ശാപം കിട്ടാൻ. അള്ള പറയുന്ന ഒട്ടേറെ കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം എന്താണ്? അമ്പിയാക്കന്മാരെയും ഇസ്ലാമിക ദഅവത്ത് നടത്തുന്നവരെയും ആക്രമിക്കുകയും കൊല്ലുകയും ചെയ്തവരാണവർ. അതിന്റെ പുറമേ അവരെന്ത് ചെയ്യുന്നു? തൗറാത്തിലെയും ഇഞ്ചീലിലെയും ഒക്കെ അഥവാ അവർക്ക് നൽകപ്പെട്ട വേദഗ്രന്ഥങ്ങളിൽ നിന്ന് അവർക്കിഷ്ടമുള്ളത് സ്വീകരിക്കുന്നു, ചിലതൊക്കെ അവർ തള്ളുന്നു. മുഴുവൻ അംഗീകരിക്കാൻ അവരെ കിട്ടിയിട്ടില്ല. അതേപോലെ മുസ്ലിമേ, ഞാൻ ഖുർആനിന്റെ ആളാണെന്ന് പറഞ്ഞിട്ട് ഖുർആനിൽ പറഞ്ഞതൊക്കെ ഞാൻ സ്വീകരിക്കൂല, എനിക്ക് ചിലതൊക്കെ അംഗീകരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കിതാബിൽ ചിലത് ഉൾക്കൊള്ളുകയും ചിലത് തള്ളിക്കളയുകയും ചെയ്യുകയാണെങ്കിലോ അതും അള്ളാന്റെ അടുക്കൽ നമുക്ക് സ്വീകാര്യത കിട്ടുന്ന കാര്യമല്ല. അതുകൊണ്ട് എന്തു വേണം? അള്ളാന്റെ കിതാബ് അനുസരിച്ചുകൊണ്ട് ജീവിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് മുഴുവനും സത്യമാണെന്ന് അംഗീകരിക്കണം. അവിടുന്ന് പഠിപ്പിച്ചത് എല്ലാം നമ്മൾ ജീവിതത്തിൽ പകർത്തണം. അവിടുന്ന് വിരോധിച്ചത് ഒഴിവാക്കിയേ പറ്റൂ. അവിടുന്ന് കൽപ്പിച്ച കാര്യങ്ങൾ, വിരോധിച്ച കാര്യങ്ങൾ, ആ കാര്യങ്ങളെ ബാപ്പാക്ക് ഇഷ്ടമല്ലായിരിക്കാം, ഉമ്മാക്ക് ഇഷ്ടമല്ലായിരിക്കാം, ഭർത്താവിന് ഇഷ്ടമല്ലാതിരിക്കാം, അതുപോലെ തന്നെ ഭാര്യയ്ക്ക് ഇഷ്ടമല്ലെന്നിരിക്കാം, നാട്ടുകാർക്ക് വെറുപ്പായിരിക്കാം. പക്ഷേ എല്ലാവരെക്കാളും അള്ളാഹിനോട് ഇഷ്ടം വെക്കുന്നത് വരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പ്രിയം വെക്കുന്നത് വരെ, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല, ഹത്താ കൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളുടെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും അല്ല, ലോകത്തുള്ള സർവ്വ മനുഷ്യരെക്കാളും ഞാൻ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവനായി തീരുവോളും നിങ്ങൾ മുഅ്മിനല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കാണ്. നമ്മൾ എവിടെയാണുള്ളത്? നമ്മൾ ചിന്തിക്കണം, നമ്മൾ ആലോചിക്കണം. അവിടുത്തോടുള്ള മഹബത്തിന്റെ, അവിടുത്തോടുള്ള സ്നേഹത്തിന്റെ പാരമ്യത എത്രത്തോളം നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ജീവനേക്കാൾ സ്നേഹിച്ചവരാണ് സ്വഹാബിമാര്. കൊലക്കഴുത്തിക്ക് മുമ്പിൽ നിൽക്കുന്ന നേരത്തും മഹാനായ നബി തങ്ങളുടെ ശരീരത്തിന് എന്തെങ്കിലും ഒരു പോറലേൽക്കരുത്, അവിടുത്തെ പ്രസ്ഥാനത്തിന് ഒരു പോറലും ഏൽക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ സ്നേഹം കാണിച്ചവരാണ് സ്വഹാബിമാര്. നിങ്ങൾ കേട്ടിട്ടില്ലേ, സെയ്ദ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ കൊണ്ടുപോയിരിക്കുകയാണ്. കൊല്ലാൻ വേണ്ടി വാളോങ്ങിയിട്ട് വെട്ടാൻ നിൽക്കുന്ന നേരത്ത് സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് അതാ ശത്രുക്കൾ പറയുകയാണ്, നിന്നെ ഞങ്ങൾ വെറുതെ വിട്ടോളാം, പക്ഷേ നിന്റെ ഈ സ്ഥാനത്ത് മുഹമ്മദിനെ കൊണ്ടുവരികയും നിന്നിട്ട് മുഹമ്മദിനെ ഞങ്ങൾ കൊല്ലുകയും നിന്നെ വെറുതെ വിടുകയും ചെയ്യുന്നതാണെങ്കിൽ നിനക്ക് ഇഷ്ടമാണോ? സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് ശത്രുക്കൾ ചോദിച്ച ചോദ്യമാണ്. ആ നേരത്ത്
നിങ്ങൾ ആലോചിച്ചു നോക്കണം, സഹാബത്തിന്റെ സ്നേഹ പറയുന്നത്. സെയ്ദ് റളിയല്ലാഹു അൻഹു അതാ എന്താണ് അദ്ദേഹം കൊടുക്കുന്ന മറുപടി? അദ്ദേഹം കൊടുക്കുന്ന മറുപടി, എന്റെ നേതാവിന് എന്തെങ്കിലും ഒന്ന് സംഭവിക്കുന്നത് പോയിട്ട് എന്റെ നേതാവിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് പോകട്ടെ, എന്റെ നേതാവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പൊ എവിടെയാണിരിക്കുന്നതെങ്കിൽ അവിടെ വെച്ച് അവിടുത്തെ തിരുകാലിൽ ഒരു മുള്ള് തറച്ചിട്ട് എന്റെ നേതാവിന് വേദനിച്ചു എന്ന് ഞാൻ കേട്ടാൽ അതെനിക്ക് സഹിക്കാനാവില്ല. എന്നിട്ടല്ലേ എന്റെ നേതാവിനെ കൊണ്ടുവന്നിട്ട് നിങ്ങൾ കൊല്ലൽ? നോക്കൂ നിങ്ങൾ, വാളിന്റെ തിളക്കത്തിന്റെ നടിയെന്നാ പറയുന്നത്. നിന്നെ ഞങ്ങൾ കൊല്ലും, മുഹമ്മദിനെ കുറിച്ച് മോശമായി എന്തെങ്കിലും പറഞ്ഞില്ലെങ്കിൽ കൊല്ലുന്നാ പറയുന്നത്. കൊന്നോനാ മറുപടി പറയുന്നത്, അസറത്ത് ഖുറൈശുൻ മുസ്ലിമൻ ഫീ ഗസ്വത്തിൻ ഫമദാ ബിലാ വജലിൻ ഇലാ സയ്യാഫി സഅലൂഹു ഹൽ യുർദീക അന്നക സാലിമു ولك النبي في دم من الإتلاف فأجاب كلا لا سلمت من الأذى ويصاب أنف محمد برعافي. ആ വിഷയത്തോടനുബന്ധമായ കാര്യം ഒരു കവി പറഞ്ഞത് അങ്ങനെയാണ്. ആ ഘട്ടത്തിൽ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു കൊടുത്ത മറുപടിയാണ്, എന്റെ നേതാവിന്റെ ശരീരത്തിൽ നിന്ന് ഒരു ചോരയുടെ തുള്ളിയെങ്ങാനും പൊടിഞ്ഞു എന്ന് വരുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്തു വേണമെങ്കിൽ എന്നെ ചെയ്തോളൂ. അതാ കൊലക്കത്തിക്കരയായി ഷഹീദായി സെയ്ദ് റളിയല്ലാഹു അൻഹു വീഴുന്നു. നോക്കണേ ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സ്വഹാബത്ത് എത്രത്തോളമാണ് സ്നേഹിച്ചത്. റസൂലുള്ളാഹിയുടെ ശരീരത്തിന്റെ ഒരു രോമത്തിന് പോലും ഒന്നും സംഭവിക്കാൻ പാടില്ലെന്ന കണിശമായ ബുദ്ധി, അവിടുത്തെ സുന്നത്തുകളോടുള്ള സ്നേഹം, അവിടുന്ന് പഠിപ്പിച്ച ആദർശത്തോടുള്ള സ്നേഹം, ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ശറഫാക്കപ്പെട്ട ശരീരം ഇന്ന് നമുക്ക് തൊടാൻ കിട്ടാനില്ല, കാണാൻ കിട്ടാനില്ല. പക്ഷേ അവിടുന്ന് പഠിപ്പിച്ച ആദർശത്തിന് ഒരു പോറലുമേൽക്കാതിരിക്കാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കേണ്ടതില്ലേ? എന്റെ നേതാവ് പഠിപ്പിച്ച ആദർശത്തിനെതിരെ ശബ്ദിക്കാൻ ഒരാളെയും ഞാൻ സമ്മതിക്കില്ല. അവർക്കെതിരെ ഞാൻ പ്രവർത്തിക്കും, അവർക്കെതിരെ ഞാൻ ആയത്തോതും, അവർക്കെതിരെ ഞാൻ ഹദീസോതും, അവർക്കെതിരെ ഞാൻ നോട്ടീസ് ഒട്ടിക്കും, അവർക്കെതിരെ ഞാൻ CD കൊടുക്കും, അവർക്കെതിരെ ഞാൻ പണം ചെലവഴിക്കും. അങ്ങനെ എന്റെ നേതാവ് പഠിപ്പിച്ച ആദർശത്തെ ഈ ലോകത്ത് വളർത്താൻ ഞാൻ തയ്യാറാണ്. ആ സ്നേഹമുണ്ടോ നമുക്ക്? ആ ബഹുമാനമുണ്ടോ? എങ്കിൽ നമുക്ക് ഹബീബിന്റെ കൂടെ സ്വർഗത്തിലെത്താം. നിങ്ങളുടെ സംഭവം കേട്ടോ? സൗബാൻ റളിയല്ലാഹു അൻഹു എന്ന ഒരു സ്വഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സദസ്സിൽ എപ്പോഴും വന്നിരിക്കുന്ന ഒരു സ്വഹാബിയാണ്. അവിടുത്തെ ക്ലാസുകളും അവിടുത്തെ വഅദുകൾക്കും ഒക്കെ പങ്കെടുക്കുന്ന സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ ഒരു ദിവസം നോക്കുമ്പോ അവിടുത്തെ മുഖം വല്ലാതെ വിവർണമായിരിക്കുകയാണ്, വല്ലാത്ത ദുഃഖം ആ മുഖത്ത് കാണുകയാണ്. ആ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, മാലീ അറാക യാ സൗബാനേ, എന്താ നിന്റെ മുഖത്ത് ഇങ്ങനെ ദുഃഖം കാണുന്നത്? നീ എന്താ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത്? നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ആ നേരത്തെ സൗബാൻ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? എന്താണ് സഹാബിക്ക് പറയാനുള്ള പ്രശ്നം? സഹാബി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, അങ്ങ് ജീവിച്ചിരിക്കുന്ന കാലത്ത് അങ്ങയെ കാണണമെന്ന് തോന്നിയാൽ എനിക്ക് പെട്ടെന്ന് അങ്ങുള്ളയിടത്തേക്ക് ഓടി വന്ന് അങ്ങയെ കാണാം. അങ്ങയുടെ വാക്കൊന്ന് കേൾക്കണം എന്ന് പൂതി തോന്നുമ്പോ അങ്ങയുടെ മജ്‌ലിസിൽ വന്നിട്ട് എനിക്ക് ആ ശബ്ദം ഒന്ന് കേൾക്കാം. അങ്ങയെ കണ്ടിരിക്കണം എന്ന് തോന്നുമ്പോ അങ്ങയുടെ തിരുഹദറത്തിൽ എനിക്ക് വന്നിരിക്കാം. ഇതൊക്കെ ദുന്യാവിലല്ലേ നടക്കൂ. ഞാനങ്ങ് മരിച്ചുപോയാൽ നബിയെ, അങ്ങൊക്കെ ഉന്നതമായ സ്വർഗത്തിലാവില്ലേ? എനിക്കങ്ങയെ കാണാൻ തോന്നുമ്പോ കാണാൻ കഴിയുമോ? എനിക്കങ്ങയുടെ ശബ്ദം കേൾക്കാൻ തോന്നുമ്പോ കേൾക്കാനാകുമോ? എനിക്ക് തങ്ങളോടൊപ്പം സ്വർഗത്തിലെത്താനാവില്ലല്ലോ. ആ സങ്കടം എന്നെ വല്ലാതെ അലട്ടുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചു നേരത്തേക്ക് ഒന്നും മിണ്ടുന്നില്ല. എന്താ മറുപടി കൊടുക്കേണ്ടത്?
ഉടനെ അതാ ജിബ്രീൽ അലൈഹിസ്സലാം ആയത്തും കൊണ്ടിറങ്ങുന്നു. വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. സൗബാൻ റളിയല്ലാഹു അൻഹു ഓതി കൊടുക്കുകയാണ്. എന്താ അതിന്റെ അർത്ഥം? ഞാനും നിങ്ങളുമൊക്കെ ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആനിൽ അല്ലാഹു തആല പറയുന്നു, എന്താണ് സമാധാനിപ്പിക്കുന്ന നബി തങ്ങൾ സൗബാൻ റളിയല്ലാഹു അൻഹുവിനെയും സഹാബത്തിനെയും സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് ആയത്തിന്റെ അർത്ഥം? വമൻ യുതിഇല്ലാഹ വറസൂല, ആരെങ്കിലും അള്ളാനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ തയ്യാറാണെങ്കിൽ, അള്ളാനെയും റസൂലിനെയും അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് അള്ളാനെ ഇഷ്ടാണ് റസൂലിനെ ഇഷ്ടാണ് എന്ന് പറഞ്ഞു നടക്കൽ മാത്രല്ല, അതുപോലെ ജീവിച്ചേക്കണം. അള്ള പറഞ്ഞത് ചെയ്യണം, അള്ള വിരോധിച്ചത് ചെയ്യരുത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാന്റെ വഹി അനുസരിച്ചാ സംസാരിച്ചത്, അവിടുന്ന് പറഞ്ഞൊരു ജീവിതത്തിൽ ഉൾക്കൊള്ളണം, അവിടുന്ന് വിരോധിച്ചത് മാറ്റിവെക്കണം. അങ്ങനെ ആര് അള്ളാനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നുവെങ്കിൽ ഫൗലായിക കൂട്ടർ മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അള്ളാഹ് അനുഗ്രഹിച്ചിട്ടുള്ളവരുടെ കൂടെയാണ്. ആരൊക്കെയാണ് അള്ളാന്റെ അനുഗ്രഹം കിട്ടിയവർ? മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, അംബിയാക്കൾ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ, ഇവരുടെ കൂടെയാണ്. വഹസുന ഉലൈക റഫീഖാ, സ്വർഗത്തിൽ അവർ എത്ര നല്ല ചങ്ങാതിമാരാണ്. കണ്ടോ, സ്വർഗത്തിൽ അവർ എത്ര നല്ല കൂട്ടുകാരാണ്. എന്താണ് നബി തങ്ങൾ ഈ ആയത്തോതിയിട്ട് പഠിപ്പിച്ചു കൊടുത്തത്? അള്ളാനെയും റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ മുഅ്മിനുകളെ നബിമാരുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സാലിഹീങ്ങളുടെ കൂടെ നമുക്ക് സ്വർഗത്തിലെത്താം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ബഹുമാനിച്ച നമ്മുടെ മഹാന്മാരായ അമ്പിയാക്കളെ സ്വർഗത്തിൽ അവരെ കാണാൻ കഴിയുക, നമുക്ക് നേതൃത്വം നൽകിയ മഹാന്മാരായ പണ്ഡിതന്മാരെ സ്വർഗത്തിൽ നമുക്ക് കൂടെ കിട്ടുക, അലിമീങ്ങളോടൊത്ത് സ്വർഗത്തിൽ കഴിയാൻ സാധിക്കുക, നമുക്ക് ദീന പകർന്നു തന്ന മഹാന്മാരുടെ കൂടെ, സിദ്ദീഖീങ്ങളുടെ കൂടെ, ശുഹദാഇന്റെ കൂടെ, സാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിലെത്താൻ ഉമ്മമാരെ ഉപ്പമാരെ നമുക്ക് സാധിക്കണമെങ്കിൽ അള്ള പറയുന്ന ഉപാധി എന്താണ്? വമൻ യുതിഇല്ലാഹ വറസൂൽ, ആര് അള്ളാനെ അനുസരിക്കാൻ തയ്യാറാണോ, ആര് റസൂലിനെ അനുസരിക്കാൻ തയ്യാറാണോ, സമാധാനായി സൗബാൻ റളിയല്ലാഹു അൻഹുവിന്. എന്തേ കാരണം? സ്വർഗത്തിൽ അള്ളാനെ റസൂലിനെയും സ്നേഹിച്ച് അവർ പറഞ്ഞതുപോലെയൊക്കെ ജീവിതത്തിൽ അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ ഈ മഹാന്മാരെയൊക്കെ നമുക്ക് സ്വർഗത്തിൽ കാണാമല്ലോ. അവരൊക്കെ അത്യുന്നത പദവിയിലായിക്കോട്ടെ, എന്നാലും നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അവരെയൊക്കെ കാണാനൊക്കും, അവരുമായി വേദി പങ്കിടാനൊക്കും. അള്ളാഹു അത്തരക്കാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അതിനെന്ത് വേണം? ആ ആഗ്രഹം മാത്രം പോരാ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ആ നിലക്ക് അള്ളാഹുവിനോടുള്ള ആ നിലക്കുള്ള സമീപനം വേണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആ നിലക്കുള്ള സമീപനം വേണം. അള്ളാന്റെ കിതാബായ പരിശുദ്ധ ഖുർആനിനോട് ആ നിലക്കുള്ള സമീപനം വേണം. അള്ളാന്റെ ഖുർആനിനോട് നിഷ്കളങ്കമായ സമീപനം എങ്ങനെയാണ്? അത് വായിക്കാൻ പഠിക്കണം. വായിക്കാൻ പോലും അറിയാത്ത എത്രയോ ആളുകളില്ലേ? അള്ളാന്റെ പരിശുദ്ധമായ കലാമ് തെറ്റുകൂടാതെ വായിക്കാൻ പോലും അറിയാത്ത എത്രയോ മുസ്ലിമീങ്ങളെന്ന് പറയുന്ന സഹോദരിമാരില്ലേ, സഹോദരന്മാരില്ലേ? എത്രയോ നമ്മുടെ അനുഭവങ്ങളിലുണ്ട്. ചിലരൊക്കെ ഇസ്ലാമികമായ കാര്യങ്ങളെപ്പറ്റി ബോധവാന്മാരായിട്ട് ഇസ്ലാമികമായ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവരൊക്കെ പലപ്പോഴും നമ്മുടെ പ്രവാസ ജീവിതഘട്ടത്തിൽ വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള പല സഹോദരന്മാരും പലപ്പോഴും കണ്ണുനീരൊഴുക്കിക്കൊണ്ട് പറയാറുണ്ട്, ഓ എനിക്ക് ഖുർആൻ വായിക്കാൻ അറിയില്ലല്ലോ, ഒരുപാട് പ്രായമായി, പക്ഷേ ഇന്ന് വരെ ഞാൻ ഖുർആൻ ശരിക്ക് ഓതി വായിക്കാൻ എനിക്ക് പഠിച്ചിട്ടില്ല. സങ്കടം പറയുന്ന ആളുകളില്ലേ? ഈ ലോകത്തെ സങ്കടത്തിന് പരിഹാരമുണ്ട്, നമുക്ക് പഠിക്കാൻ അവസരമുണ്ട്. ഇനിയും നമുക്ക് പഠിക്കാൻ പ്രായം നമ്മൾ തടസ്സമാക്കേണ്ടതില്ല. അള്ളാന്റെ കലാം വായിക്കാൻ പഠിക്കണം.
മാത്രം പോരാ, അർത്ഥം പഠിക്കണം, ആശയം പഠിക്കണം. എങ്കിലല്ലേ ഖുർആൻ ഓതുമ്പോ സ്വർഗത്തെക്കുറിച്ച് കേൾക്കുമ്പോ മുൻഗാമികളായ മഹാന്മാർക്ക് സന്തോഷം തോന്നിയിട്ടില്ലേ? നരകത്തെക്കുറിച്ച് കേട്ടിട്ട് നമ്മുടെ മുൻഗാമികളായ നേതാക്കന്മാര് പൊട്ടി പൊട്ടി കരഞ്ഞിട്ടില്ലേ? എന്തേ കാരണം? സ്വർഗത്തെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് അവരറിഞ്ഞു, നരകത്തിന്റെ ഭീകരതകൾ അവരറിഞ്ഞു. അതറിയാൻ കാരണം അവരത് പഠിച്ചു. പക്ഷേ നമുക്കിന്ന് സ്വർഗം കേട്ടാലും ഒരുപോലെയാണ്, നരകം കേട്ടാലും ഒരേപോലെയാണ്. കാരണം നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു ശബ്ദം മാത്രമാണ്. നമുക്കതിന്റെ മഴന തിരിഞ്ഞിട്ടില്ല, അർത്ഥം നമ്മൾ പഠിച്ചിട്ടില്ല. പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാനാകുമോ പ്രിയപ്പെട്ടവരെ? അള്ളാന്റെ കലാം നമ്മൾ പഠിക്കണം, അത് പഠിപ്പിക്കുന്ന വേദികളിലേക്ക് പോകണം, അത് പഠിപ്പിക്കാൻ മക്കളെ പറഞ്ഞേക്കണം, ഭാര്യമാരെ പറഞ്ഞേക്കണം, ഭർത്താക്കന്മാരെ പ്രോത്സാഹിപ്പിക്കണം, ഹദീസും പഠിക്കണം, സ്വഹാബത്തിന്റെ ചരിത്രം പഠിക്കണം. അങ്ങനെ അങ്ങനെ ഇസ്ലാമികമായ കാര്യങ്ങളെക്കുറിച്ച് ഇൽമു നമുക്കുണ്ടെങ്കിലേ നമ്മൾ മനസ്സിലാക്കിയത് സത്യമാണെന്നവർ ആത്മാർത്ഥതയോടുകൂടി അത് മറ്റുള്ളവരോട് പറയാൻ നമുക്ക് കഴിയണമെങ്കിൽ നമുക്ക് അറിവ് വേണ്ടേ? അറിവാണ് ഏറ്റവും വലിയ ആയുധമെന്ന് മനസ്സിലാക്കിക്കോ. ബോംബല്ല, തോക്കല്ല, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും നശീകരണ ആയുധങ്ങളല്ല നമ്മുടെ കയ്യിലുള്ള ആയുധം. നമുക്ക് നമ്മളോട് ശത്രുത വെക്കുന്ന ആളുകളെ എതിരിടാനുള്ള ആയുധം വാളുകളോ കുന്തങ്ങളോ തോക്കുകളോ ബോംബുകളോ ഒന്നുമല്ല. നമ്മുടെ കയ്യിലുള്ള ആയുധം അള്ളാന്റെ ഖുർആനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളാണ്. അത് മനസ്സിലാക്കാത്ത ഒട്ടേറെ ആളുകളുണ്ട്. അവരോടത് സ്നേഹത്തോടുകൂടി അവരോട് പറയലാണ് നമ്മുടെ ഏറ്റവും വലിയ യുദ്ധം, ഏറ്റവും വലിയ ആയുധവും അത് തന്നെയാണ്. അതിനെതിരെ ആയത്തോതുന്നവരോട്, ഹദീസോതുന്നവരോട്, അക്രമം കാണിക്കുന്നവരോട് മറുപടി കൊടുക്കൽ, അത് നമ്മളോ അള്ളാഹിനോടുള്ള നമ്മുടെ മഹബത്തിന്റെ ഭാഗമാണ്, നബി തങ്ങളോടുള്ള മഹബത്തിന്റെ ഭാഗമാണ്, ദീനിനോടുള്ള നമ്മുടെ കൂറിന്റെ ഭാഗമാണ്. ഇത് മനസ്സിലാക്കണം. ഇത് മനസ്സിലാക്കാത്തവർക്കാണ് അബദ്ധം വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ നിലക്ക് സൽക്കർമ്മങ്ങളായ കാര്യങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ നമ്മൾ വഴിതിരിച്ച് വിടേണ്ടതുണ്ട്. നമ്മുടെ ഏതാഗ്രഹങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളെക്കാൾ അപ്പുറം നമ്മൾ നോക്കേണ്ടത് അത് ഇസ്ലാമിൽ അംഗീകാരമുള്ളതാണോ, അത് ഇസ്ലാം വിരോധിച്ചതാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല, ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി, ഞാൻ കൊണ്ടുവന്ന കാര്യങ്ങളോട് യോജിച്ച നിലക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളായിത്തീരുവോളം നിങ്ങൾ മുഅ്മിനാകുന്നതല്ല. എന്താണാ പറഞ്ഞത്? എന്താണാ പറഞ്ഞത്? നമ്മൾ മുഅ്മിനുകളാവണോ? എന്ത് വേണം? നമ്മുടെ ആഗ്രഹങ്ങൾ അനുസരിച്ചൊക്കെ ചെയ്യലല്ല. നമുക്ക് പല ആഗ്രഹവും തോന്നും, പല ചിന്തകളും വരും. ആ ചിന്തകളും ആഗ്രഹങ്ങളും ഒക്കെ വരുമ്പോ ഇതെന്റെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനെതിരാണോ അനുകൂലമാണോ അത് നോക്കിയിട്ടേ ചെയ്യാവൂ. അവിടുന്ന് ഇഷ്ടപ്പെട്ടതാണോ അല്ലേ, അള്ളാഹു ഇഷ്ടപ്പെട്ടതാണോ അല്ലേ, അത് നോക്കാതെ തോന്നിയതുപോലെയൊക്കെ ജീവിക്കുന്നവൻ തോന്നിവാസി എന്നതല്ലാതെ അവൻ യഥാർത്ഥ മുസ്ലിം ആവില്ല. അതുകൊണ്ടാണ് മുസ്ലിമീങ്ങളുടെ ലേബലിൽ പലരും പ്രവർത്തിച്ചിട്ട് ആ മുസ്ലിമീങ്ങൾ വിചാരിക്കുന്നു ഇതൊക്കെയാണ് ഇസ്ലാമെങ്കിൽ ആ ഇസ്ലാമിലേക്ക് ഞങ്ങളില്ല. ഖബർ പൂജിക്കുന്ന മാപ്പിളമാരെ കണ്ടിട്ട് ഖബർ കെട്ടിപ്പടുക്കുകയും അതിന്മേൽ പട്ടുമൂടുകയും അവിടെ വിളക്ക് കത്തിക്കുകയും അതിന്റെ മുമ്പിൽ പോയി കുമ്പിടുകയും അങ്ങോട്ട് വഴിപാട് നടത്തുകയും അങ്ങോട്ട് നേർച്ചയാക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ കണ്ടിട്ട് അമുസ്ലിം സഹോദരങ്ങൾ ചോദിക്കുന്നു, ഇതാണോ ഇസ്ലാം? എങ്കിൽ പിന്നെ ഞങ്ങളും ഇതും തമ്മിൽ എന്താ ബന്ധം? അവിടെ കിടത്തിയിട്ട ബിംബമാണ്, ഞങ്ങൾക്ക് നിർത്തിയിട്ട ബിംബമാണ് എന്ന് ചോദിക്കുന്നുവെങ്കിൽ അവർക്ക് ആ ഇസ്ലാമിന്റെ മഹിമ തെറ്റിദ്ധാരണകൾ തീർത്തു കൊടുക്കേണ്ടത് മുസ്ലിമേ നമ്മുടെ ബാധ്യതയല്ലേ. ഒരാളോടും പ്രാർത്ഥിക്കാൻ പാടില്ല. പ്രപഞ്ചത്തിന്റെ നാഥനായ ഈ ലോകത്തിന്റെ സൃഷ്ടാവായ, ലോകത്തിന്റെ മുഴുവൻ സൃഷ്ടാവായ, ഖാലിഖായ, റാസിഖായ, മുദബ്ബിറായ, മലിക്കുൽ ജബ്ബാറായ, സമീആയ, അലീമായ, ബസീറായ, ഖദീറായ, എല്ലാത്തിനും കഴിവുള്ള റബ്ബാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ. അവനെയല്ലാതെ ആരാധിച്ചുകൂടാ, അവനോടല്ലാതെ പ്രാർത്ഥിച്ചുകൂടാ എന്ന തത്വം ലോകത്തുള്ള സർവ്വ മനുഷ്യർക്കും എത്തിച്ചു കൊടുക്കേണ്ടത് മുസ്ലിമേ നമ്മുടെ ബാധ്യതയാണ്.
പലരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, പലരും തെറ്റിദ്ധാരണയിൽ കഴിയുകയാണ്. അതുകൊണ്ട് സ്നേഹത്തോടെ കാര്യങ്ങൾ അവരോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതെ, അബദ്ധങ്ങളുടെ മേഖലകളിലേക്ക് എത്തിപ്പെടാതെ, ധൂർത്തിന്റെയും അതുപോലെ തന്നെ മറ്റുള്ള പൊങ്ങച്ചങ്ങളിലേക്കും പോകാതെ, മുസ്ലിമീങ്ങളുടെ പ്രവർത്തനം കണ്ടിട്ട് തെറ്റിദ്ധരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാ പലരും അതാ വിവാഹത്തോടനുബന്ധിച്ചുകൊണ്ട് വെടിക്കെട്ടുകൾ നടത്തുന്നു, വലിയ പടക്കം പൊട്ടിക്കുകയാണ്, ഡാൻസുകാരികളെ കൊണ്ടുവന്ന് ആടിക്കുകയാണ്, ഗാനമേള സംഘടിപ്പിക്കുകയാണ്, മദ്യം വിളമ്പുകയാണ്, അതുപോലെ തന്നെ ധൂർത്ത് നടത്തുകയാണ്. അങ്ങനെ മാപ്പിളമാരിതൊക്കെ ചെയ്യുന്നത് കാണുമ്പോ പലരും തെറ്റിദ്ധരിക്കുകയാണ്, ഈ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന കക്ഷികളല്ലേ ഇതൊക്കെ ചെയ്യുന്നത്, ഇതൊക്കെയാണോ ഇസ്ലാം എന്ന് ഒരാൾ ചോദിച്ചു പോയാൽ ആ സഹോദരനോട് പറഞ്ഞു കൊടുക്കാൻ, മുസ്ലിമേ നിനക്ക് ഇൽമു വേണ്ടേ, നിനക്ക് ഇസ്ലാമിനെ പറ്റിയുള്ള ബോധം വേണ്ടേ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ ധൂർത്ത് വേണ്ട, അനിസ്ലാമികതകൾ വേണ്ട, നമ്മുടെ കല്യാണങ്ങളിൽ പടക്കം പൊട്ടണ്ട, അവിടെ ഗാനമേള വേണ്ട, അവിടെ ഡാൻസുകാരികളും ആട്ടക്കാരികളും പാട്ടുകാരികളും വേണ്ട, അവിടെ അള്ളാഹു നമുക്ക് ചെയ്തു തരുന്ന നിഅമത്തിന്റെ ദിവസമാണ് കല്യാണ ദിവസം, അള്ളാഹ്ക്ക് വെറുപ്പുള്ളതൊന്നും സംഘടിപ്പിച്ചുകൂടാ. ആ ഒരു നിലപാട് മുസ്ലിമേ ജീവിതത്തിൽ വേണം. ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നമുക്ക് ആ നിലക്കുള്ള ഒരവസ്ഥയിലേക്ക് നീങ്ങിപ്പോകാൻ നമുക്ക് സാധിക്കണം. ഇതാ മൊബൈലിന്റെ യുഗമാണ്. മൊബൈലുകളിലൂടെ മനുഷ്യൻ എത്രയാണ് ചതിക്കുഴികളിൽ വീഴുന്നത്, ഇന്റർനെറ്റിലൂടെ മനുഷ്യൻ എത്രയാണ് ചതിക്കുഴികളിൽ വീഴുന്നത്. ഓ പ്രിയപ്പെട്ട മുസ്ലിമേ, മൊബൈൽ നിഷിദ്ധമല്ല, ഇന്റർനെറ്റ് നിഷിദ്ധമല്ല, കമ്പ്യൂട്ടർ ഉപയോഗിക്കൽ നിഷിദ്ധമല്ല. പക്ഷേ അവയുടെ വശങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാത്തവർ അപകടത്തിൽപ്പെടും. അടുക്കളയിൽ കത്തിയുണ്ട്, ആ കത്തി കൊണ്ട് ഭ്രാന്ത് പിടിച്ച ഒരുത്തന്നെ മറ്റുള്ളവരെ കുത്തിക്കൊല്ലാം. അതേ കത്തി കൊണ്ട് നമ്മുടെ ഉമ്മമാർക്ക് പച്ചക്കറി മുറുക്കാം, അതുപോലെ തന്നെ മത്തി നന്നാക്കാം, അതുപോലെ തന്നെ മീൻ നന്നാക്കാം. ഉപകാരത്തിനും അത് ഉപയോഗപ്പെടുത്താം, ഉപദ്രവത്തിനും ഉപയോഗപ്പെടുത്താം. വിവേചിച്ചറിയാനുള്ള കഴിവ് വേണം. ഇതുപോലെ നമ്മുടെ വീട്ടിൽ അതാ ആ നിലക്കുള്ള മിനി സ്ക്രീൻ ഉണ്ടെങ്കിൽ അവിടെ കാണേണ്ടതെന്ത് കാണേണ്ടാത്തതെന്ത് എന്ന് കുടുംബങ്ങൾ തീരുമാനിക്കണം. എൻ്റെ മൊബൈലിൽ ഫീഡ് ചെയ്യാൻ പറ്റുന്നത് എന്ത് പറ്റില്ല എന്ന് എനിക്ക് മനസ്സുണ്ടാകണം. ഞാൻ അനാവശ്യമായി അതിൽ അന്യപെണ്ണിനോട് ശൃംഗരിച്ചുകൂടാ, ഹറാമായ വർത്തമാനം പറഞ്ഞുകൂടാ, ഹറാമായ രംഗങ്ങൾ അതിൽ മെസ്സേജുകളിലൂടെ ഞാൻ കണ്ടുകൂടാ, അത് മെസ്സേജുകളിലൂടെ മറ്റുള്ളവന്റെ ഫോണിലേക്ക് ഞാൻ മെസ്സേജ് അയച്ചുകൂടാ. മോശപ്പെട്ട ഒന്നിലേക്കും എൻ്റെ ഈ ഉപകരണം പ്രവർത്തിപ്പിച്ചുകൂടാ എന്ന് സർവ മുസ്ലിമേ ഗുണകാംക്ഷയോടുകൂടി പറയുകയാണ്. അത്തരത്തിലുള്ള സർവ്വ സ്വഭാവങ്ങളും നിർത്തിവെക്കേണ്ടതുണ്ട്. മോശമായ കാര്യങ്ങൾക്ക് വേണ്ടി മൊബൈൽ ഉപയോഗപ്പെടുത്തുക. എല്ലാവരുടെ കയ്യിലും വലിയ സംവിധാനത്തിലുള്ള ചിത്രങ്ങൾ എടുക്കാവുന്ന മൊബൈൽ ഫോണുകൾ, എന്നിട്ട് സ്കൂളുകളിൽ കുട്ടികൾ കൊണ്ടുപോയിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നും ഒരു ലജ്ജയുമില്ലാതെ പഠിപ്പിക്കുന്ന ഗുരുനാഥയുടെ പോലും നഗ്നമായ ശരീരം അശ്രദ്ധ ചൂഷണം ചെയ്തുകൊണ്ട് അതുപോലും പടമെടുത്തുകൊണ്ട് ഇന്റർനെറ്റിലൂടെ പ്രചരിപ്പിക്കുന്നു. ഒപ്പം പഠിക്കുന്ന കുട്ടികളുടെ ഫോട്ടോ എടുക്കുന്നു. എന്നിട്ടത് മോർഫിങ്ങിലൂടെ പല വികൃതികളും നടത്തിയിട്ടതാ ഇന്റർനെറ്റിലൂടെ നഗ്നമായ മേനികളായിട്ട് മെസ്സേജുകളിലൂടെ പകർത്തുന്നു, പ്രചരിപ്പിക്കുന്നു. ഇക്കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കേട്ടില്ലേ, കേരളത്തിൽ അതാ ഒരൊറ്റ മരത്തിന്റെ 2 കൊമ്പുകളിലുമായി കൊണ്ട് ഒരാണും ഒരു പെണ്ണും തൂങ്ങിച്ചത്തുപോയി. എന്താ കാരണം? മൊബൈലാണ് വില്ലൻ. മനസ്സിലാക്കണം. നമ്മളെ കുട്ടികള് ഇന്റർനെറ്റ് കഫേകളിൽ കമ്പ്യൂട്ടർ പഠിക്കാൻ പോകുമ്പോൾ ഉപ്പമാരെ ആരും വിചാരിക്കരുത് എൻ്റെ മോൻ വളരെ വളർന്ന് വലുതായി. സൂക്ഷിക്കണം, ചതിക്കുഴിയാണ്. ഇന്റർനെറ്റ് കഫേകളിൽ പോയി പണം ചെലവഴിക്കുമ്പോ നിങ്ങളുടെ വീടുകളിൽ ഇന്റർനെറ്റിന്റെ സൗകര്യമുണ്ടെങ്കിൽ, കമ്പ്യൂട്ടർ സൗകര്യമുണ്ടെങ്കിൽ, പരസ്യമായ റൂമിലല്ലാതെ രഹസ്യമായ റൂമുകളിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ അനുവാദം കൊടുക്കാൻ പാടില്ല. ഉപ്പമാരും ഉമ്മമാരുമൊക്കെ ഇന്റർനെറ്റിനെ പറ്റി അല്പമൊക്കെ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളും ചതിക്കുഴിയിലാണ്. നിങ്ങൾ വിചാരിക്കും മകനിപ്പോൾ പഠനത്തിലാണ്, മകളിപ്പോൾ പഠനത്തിലാണ്. പക്ഷേ നിങ്ങൾ വാങ്ങിക്കൊടുത്ത നെറ്റ് സൗകര്യത്തിലൂടെ, നിങ്ങൾ വാങ്ങിക്കൊടുത്ത മൊബൈൽ സൗകര്യത്തിലൂടെ അവർ പരിധിക്ക് പുറത്തു പോകുമ്പോ നിങ്ങൾ വിരല് കടിച്ചിട്ട് കാര്യമില്ല. സൂക്ഷിക്കണം. ഈ സമൂഹം അപകടത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, കലാലയങ്ങളിൽ ഗവൺമെന്റ് പോലും സിനിമാറ്റിക് ഡാൻസും മൊബൈലും ഒക്കെ നിരോധിച്ചത് എന്തേ? എന്നിട്ട് പോലും പലരും പഠിച്ചില്ല.
മുസ്ലിം മാനേജ്മെന്റുകൾ എന്ന് പറയുന്നവർ പോലും അതാ ഡാൻസുകളും മാട്ടുകളും പാട്ടുകളും ഒക്കെ കലോത്സവത്തിന്റെ പേരിൽ സംഘടിപ്പിക്കുന്നു എങ്കിൽ മുസ്ലിമേ അള്ളാന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടതുണ്ട്. മുസ്ലിമേ അള്ളാന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടതുണ്ട്. നമ്മുടെ മക്കളെ അതാ എക്സ്കർഷൻ ടൂർ എന്ന്, സ്റ്റഡി ടൂർ എന്ന് പറഞ്ഞുകൊണ്ട് നനഞ്ഞാടാൻ വേണ്ടി സ്കൂളിലേക്ക് വിട്ടുകൊടുക്കുന്നുവെങ്കിൽ, അത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ അനുവാദം കൊടുക്കുന്നുവെങ്കിൽ ചതിക്കുഴികളിലേക്ക് പോകാനുള്ള സാധ്യതയാണ്. ഉമ്മമാര് പ്രത്യേകം സൂക്ഷിക്കണം, ഉപ്പമാര് സൂക്ഷിക്കണം. നമുക്ക് പാടില്ലാത്ത ഒരു വേദിയിലേക്കും നമ്മുടെ മക്കള് പോകണ്ട. അതവരോട് വെറുപ്പ് കൊണ്ടല്ലല്ലോ. അവര് നരകത്തിൽ പോയിക്കൂടാ, ഞാനും നരകത്തിൽ പോയിക്കൂടാ. ആ ഗുണകാംക്ഷ, മതം ഗുണകാംക്ഷയല്ലേ? ഇസ്ലാം ഗുണകാംക്ഷയല്ലേ? അതേ അവസരത്തിൽ പ്രിയപ്പെട്ടവരെ, നല്ല സൗകര്യങ്ങൾക്ക് മൊബൈൽ ഉപയോഗപ്പെടുത്തിക്കൂടെ? എത്രയോ ആയത്തുകളുടെയും ഹദീസുകളുടെയും അർത്ഥങ്ങൾ, അതുപോലെ തന്നെ പ്രോഗ്രാമിന്റെ പരസ്യങ്ങൾ, നല്ല നല്ല ആശയങ്ങൾ നമ്മളതാ മെസ്സേജുകളിലൂടെ അയച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇന്റർനെറ്റ് സൗകര്യം കണ്ടോ? നമ്മുടെ ഈ പരിപാടി പോലും അതാ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അതാ നൂറുകണക്കിന് സഹോദരീ സഹോദരന്മാർ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്റർനെറ്റ് സൗകര്യമുള്ളത് കൊണ്ടല്ലേ അത്? ഇന്റർനെറ്റ് കണക്ഷനുള്ള എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ സഹോദരീ സഹോദരന്മാരോടും ഒരു കാര്യം പറയട്ടെ, അതിൽ നിങ്ങൾക്ക് ഇസ്ലാമികമായി പഠിക്കാനുള്ള ചില സംവിധാനങ്ങളുണ്ട്. ഇസ്ലാമികമായി നിങ്ങൾക്ക് കാര്യങ്ങൾ പഠിക്കാനും നാട്ടിൽ നടക്കുന്ന പരിപാടികൾ വരെ ലൈവായിട്ട് നിങ്ങളുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് കാണാനുമൊക്കെയുള്ള സംവിധാനങ്ങൾ ഇന്ന് ഇന്റർനെറ്റുകളിൽ ലഭ്യമാണ്. ഇന്റർനെറ്റ് സൗകര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഇവിടെ ഞാൻ ഒന്ന് രണ്ട് ആളുകളുടെ കൈവശം ചില നോട്ടീസുകൾ കൊടുത്തേൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ അതിന്റെ കോപ്പി എടുത്തുകൊണ്ട് വാങ്ങണം. അതിൽ നിങ്ങൾക്ക് ഇന്റർനെറ്റിനെ ഇസ്ലാമികമായി ഉപയോഗപ്പെടുത്താവുന്ന സംവിധാനത്തെക്കുറിച്ച് ചെറിയ തോതിൽ നല്ല നിലക്കതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ കോപ്പികൾ ഇവിടെ ബന്ധപ്പെട്ട ആളുകളോട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ തന്നെ ഒന്ന് രണ്ട് കോപ്പികൾ ഇനിയും ബാക്കിയാണ്. നെറ്റ് സൗകര്യമുള്ള സഹോദരങ്ങൾ അത് അവരുടെ നാടുകളിൽ കൊണ്ടുപോയിട്ട് കോപ്പിയെടുത്ത് നെറ്റ് സൗകര്യമുള്ള വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കണമെന്ന് ഈ അവസരത്തിൽ ഉണർത്തുകയാണ്. അള്ളാഹു നൽകിയ നിഅമത്തുകൾ മുഴുവനും അള്ളാഹു പൊരുത്തമുള്ള മാർഗത്തിലേക്ക് മാത്രം വിനിയോഗിച്ചുകൊണ്ട് അള്ളാഹിനോട് ശുക്റുള്ളവരായാലേ നമുക്ക് നാളെ പരലോകത്ത് രക്ഷപ്പെടാനാകൂ. നമ്മളെ ഏത് പ്രവർത്തനവും അതിനാണ്. നമ്മൾ എന്ത് സംഘടിപ്പിക്കുന്നതും ആരോടും വെറുപ്പുണ്ടായിട്ടല്ലല്ലോ. എല്ലാവരും നന്നാവണം, എല്ലാവർക്കും ഗുണമുണ്ടാകണം, എല്ലാവർക്കും ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും സമാധാനത്തിന്റെ സന്ദേശമായ ഇസ്ലാം എത്തണം. ആ ഒരു ആഗ്രഹമാണ്. ആ ആഗ്രഹം ഒക്കെ നടന്നോളണമെന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാവരും അംഗീകരിക്കൂല, എതിർക്കും, പരിഹാസം ഉണ്ടാവും. ക്ഷമ വേണം, സഹനം വേണം. പക്ഷേ നാമായി ജീവിക്കണം, പഠിക്കണം, അറിയണം. ആ നിലക്കുള്ള ഒരു മനസ്ഥിതിയും ആ നിലക്കുള്ള ഒരു ഗുണകാംക്ഷാ നിർഭരമായ മനസ്സുമാണ് നമുക്കുണ്ടാകേണ്ടത്. അപ്പോൾ പുറത്തുനിന്ന് വീക്ഷിക്കുന്നവർക്കും മനസ്സിലാകും, ഇവർ കലാപകാരികളല്ല, ഇവർ ഏറ്റവും വലിയ അക്രമത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളല്ല. ഈ പള്ളികളിൽ, ഇന്ന് മുസ്ലിമീങ്ങളുടെ പള്ളികളിൽ ആരെയെങ്കിലും ദ്രോഹിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ആയുധം പോയിട്ട് ഒരു മൊട്ടുസൂചി വരെ ഒരു മുസ്ലിമിന്റെ പള്ളിയിൽ ഉണ്ടാകില്ല. ആരെങ്കിലും അത്തരത്തിലെ ആയുധങ്ങൾ പള്ളികളിൽ സൂക്ഷിക്കുന്നുവെങ്കിൽ അവൻ യഥാർത്ഥ മുസ്ലിം അല്ലല്ലോ. ഒരാളെ ദ്രോഹിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ആയുധവും മുസ്ലിമിന്റെ പള്ളികളിലില്ല. അവിടെ നിന്ന് സമാധാനത്തിന്റെ ശബ്ദമാണ് വിളിച്ചു പറയുന്നത്. അല്ലാഹു അക്ബർ. ആർക്കും എതിരല്ല. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അവനാണ് ആരാധനക്കർഹൻ, അവന്റെ റസൂലാണ് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ. അല്ലാഹുവാണ് ഏറ്റവും മഹാൻ, അവനല്ലാതെ ആരാധ്യനില്ല. ഈ സത്യമല്ലേ 5 നേരം പള്ളികളിൽ എന്ന് വിളിച്ചു പറയുന്നത് ആവർത്തിച്ച് മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കണം, എല്ലാവരും മനസ്സിലാക്കണം. അതിന് കൃത്യമായ അറിവ് നേടണം. അറിവ് നേടുന്ന വിഷയത്തിൽ എനിക്കതിനൊന്നും താല്പര്യമില്ല, എനിക്ക് ആ വക കാര്യങ്ങളിലൊന്നും ചിന്തയില്ല എന്നൊരാളും പറയരുത്. ഞാൻ എൻ്റെ സർവ്വ സഹോദരീ സഹോദരങ്ങളോടും ആവർത്തിച്ചു പറയുകയാണ്, ഈ രംഗത്ത് നിങ്ങളുടെ ബാധ്യത നിങ്ങൾ നിർവഹിക്കണം. ഈ ദീനെത്താത്ത ആളുകൾ ഉണ്ടായിക്കൂടാ. നമ്മളത് പഠിച്ചു മനസ്സിലാക്കി ആ ഒരു മാർഗത്തിലേക്കുള്ള പ്രോത്സാഹനം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണം. അങ്ങനെ ഗുണകാംക്ഷയോടുകൂടി ഈ ദീനിനെ എത്തിച്ചു കൊടുക്കാനുള്ള പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാവരും ഭാഗവാക്കാവേണ്ടതുണ്ട് എന്ന് എന്നോട്
നിങ്ങളോട് ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമുക്ക് രക്ഷ നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر لنا إنك أنت الغفور الرحيم توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله وبركاته.